ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മന്ത്രിയുടെ മകളാണെന്നും സൂര്യമംഗലത്തെ കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. ഇത് ഒരു താക്കീതായി കരുതുക. ഇന്ന് രാജു. എന്തേത്? നേരിട്ട് പറയാൻ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എല്ലാം ഈ ലെറ്ററിൽ തുറന്നെഴുതിയിട്ടുണ്ട്. മാഡം ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്ക് മാഡം. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ ഇതില്. ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും രാജു ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള പിണക്കം ഇന്ന് അവസാനിക്കും. അത് അവസാനിക്കണം. എത്ര ദിവസമായി ഞാൻ രാജുവായിട്ട് പിണങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. യവനെ ഒന്ന് വിളിച്ചു നോക്കാം. സോറി. മനസ്സിലുള്ള കാര്യങ്ങള് നേരിൽ പറയുന്നതാ എനിക്കിഷ്ടം. എനിക്കെന്തോ ചില കാര്യങ്ങൾ നേരിട്ട് പറയാൻ ചമ്മല്. നീ വായിക്കടി കൊച്ചു തമ്പുരാട്ടി. അവന്റെ ചമ്മലും നിന്റെ സന്തോഷം ഇപ്പൊ തീരും. ഇത് അമ്മിണി വൈദ്യരുടെ ഒരു പടവലാതി കഷായോ അടി. സ്വന്തം ഭാര്യയോട് ഒരു കാര്യം പറയാനുള്ള ധൈര്യം രാജുനില്ലേ? ഈ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിള് അതും മാറിക്കിട്ടിയാ എല്ലാം ഓക്കെ ആവും. എന്നാ ഞാനിത് വായിക്കട്ടെ? വായിക്കേ. ഞാനേ തിരിഞ്ഞേക്കാം. എന്നോടുള്ള പ്രണയം രാജു എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് വായിക്കാം. പാവ രാജുവിനെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. ആ കത്ത് വായിച്ച് അവളുടെ ക്ലാവ് പിടിച്ചതുപോലുള്ള മോന്ത എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. പ്രിയപ്പെട്ട ഹൃദികയ്ക്ക്, തന്നോട് ഇക്കാര്യം പറയാനായി ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി. പക്ഷേ എന്റെ പ്രേമം നിന്നോടല്ലെന്ന് മാത്രം. വേറൊരു പെണ്ണിനോടാ, ഒരു റിയ. ഞാനും എന്റെ റിയമോളും തമ്മില് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് നീയായിട്ട് തകർക്കരുത് ഋതിക. നിന്നെ ഒരു താലി കെട്ടിയെന്ന് വെച്ച് എനിക്ക് റിയയെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റില്ല. നീ നല്ല മനസ്സോടെ
എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. ഇല്ലെങ്കിൽ മന്ത്രിയുടെ മകളാണെന്നും സൂര്യമംഗലത്തെ കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യേണ്ടി വരും. ഇത് ഒരു താക്കീതായി കരുതുക എന്ന് രാജു. ഇതുവരെ വായിച്ചു തീർന്നില്ലേ? സന്തോഷം കൊണ്ട് മേടം കരയ. ഞാൻ ഉള്ളിലുള്ള സത്യം തുറന്നെഴുതിയതാ. അതിനിങ്ങനെ കരയുന്ന എന്തിനാ മേഡം? നിങ്ങൾ ഇത്ര ദുഷ്ടനായിരുന്നു രാജു. നിങ്ങളെ സ്നേഹിച്ചു പോയെന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തിനാ രാജു പാവം എന്നെ ഇങ്ങനെ ചതിച്ചേ? ഹലോ മാഡം, അടുത്ത പണി കൊടുക്കാനുള്ള സമയമായി. മേഡം, ഇതേതാ ഈ ലെറ്റർ? മോളെ എന്താ മോളെ, എന്തു പറ്റി? രാധമ്മ പറ. എന്റെ ദൈവമേ, ഈ ചെറുക്ക് പിന്നെ കുഞ്ഞിനെ കരയിപ്പിക്കാണല്ലോ. ഇവന് ഞാനിന്ന് എടാ രാജു, അകലെ